വയനാട് ദുരന്തത്തിൽ ഉൾപ്പെടെ ഓഫ് റോഡേഴ്സ് വഹിച്ച പങ്കിനെക്കുറിച്ച് നമ്മളെല്ലാം ഒരുപാട് കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമാണ്. ഇന്ത്യൻ ആർമി ഉൾപ്പെടെ അവരെ വലിയ തോതിൽ അഭിനന്ദിക്കുകയും ചെയ്തു. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഒരു ഡോക്ടറാണ്. പക്ഷേ ആളൊരു കിടിലൻ ഓഫ് റോഡ് ഡ്രൈവർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഡോക്ടർ ഫഹദ്. ലോകത്തിലെ തന്നെ ഏറ്റവും കഠിനമേറിയ ഓഫ് റോഡ് ചാമ്പ്യൻഷിപ്പ്, റെയിൻ ഫോറസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, അതിലെ ഇത്തവണത്തെ വിജയി, ഇത്തവണത്തെ ചാമ്പ്യൻ ഡോക്ടർ ഫഹദ്. പാഷൻ എന്നുള്ള ഒരു കാര്യത്തിൻ്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നത്. വണ്ടി ഭ്രാന്തനായിരുന്നു ചെറുപ്പം മുതലേ. ജീപ്പുകൾ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡ്രൈവിംഗ് പഠിച്ചത് ജീപ്പിലാണ്. പ്രൊഫഷൻ പഠിത്തം കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഈ കോമ്പറ്റീഷനിലേക്കും ഓഫ് റോഡിങ് കാര്യമായിട്ട് എടുക്കാനും തുടങ്ങിയത്. പിന്നെ ഞാൻ പയ്യെ കോമ്പറ്റീഷൻ ഓടിച്ചു തുടങ്ങി. ഇനീഷ്യലി ഫുള്ള് തോൽവിയായിരുന്നു. പഴയ താറുമായിട്ടാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ താറ് കോമ്പീറ്റ് ചെയ്തിരുന്ന ചെറിയ വണ്ടികളോടായിരുന്നു, അതായത് ലൈറ്റ് വെയിറ്റ് വണ്ടികളോടായിരുന്നു. അത് കാരണമാണ് ഞാൻ തോറ്റുകൊണ്ടിരുന്നത്. താറ് കാറ്റഗറിയിലാണ് ഞാൻ ഓടിക്കുന്നില്ല. അന്നങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. അന്ന് ഓടിക്കുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ജയിച്ചേനെ. കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ നടന്ന ഒട്ടുമിക്ക കോമ്പറ്റീഷനും പോയി ഓടിച്ചു. ആകെ 2 എണ്ണമാണ് ജയിക്കാൻ പറ്റിയത്. ആ 2 എണ്ണത്തിൽ ഒരെണ്ണം ജയിച്ചത് ഇന്ന് ഈ പുതിയ താറ് ഡെവലപ്പ് ചെയ്ത ധനുഷ് നടത്തിയ ഒരു ഇവൻ്റായിരുന്നു. ജയിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു മിനിമം കുറച്ച് സാധനങ്ങൾ വേണം എന്നുള്ളത് ഞാൻ പിന്നീട് പഠിച്ച് താറ് ഞാൻ ഒഴിവാക്കി. എന്നിട്ടൊരു CJ 500 എടുത്തു. പഴയ 2019 ലാസ്റ്റ് മുതലാണ് ആ വണ്ടിയും കൊണ്ട് തുടങ്ങിയത്. അതിൽ ഇന്ന് വരെ ജയിച്ചതാണ് കൂടുതലുള്ളത്. ഫിസിക്സിന് ഇത്രയും ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്തുണ്ട് എന്ന് പിന്നെ പയ്യെ ഓടിച്ച് പഠിച്ചു. പിന്നെ ഞാൻ ഫിസിക്സിലെ ഓരോ സാധനങ്ങൾ ഓരോ തവണ ഓടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ ക്ലിയർ ആയി പോരുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇന്ന കാരണം കൊണ്ടാണ് ഇത് കയറിപ്പോകുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഈ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നത് നമ്മളാണ്. ടൈറ്റിൽ ആണ് എല്ലാ തവണയും ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം, ഏറ്റവും ഹൈലൈറ്റ് ഉള്ള സാധനം. ടൈറ്റിൽ കേരളത്തിൽ നിന്ന് അടിക്കുന്നത് നമ്മളാണ്. ഫസ്റ്റ് RFC വിന്നർ ട്രോഫി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഞങ്ങളാണ്. ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പീഡിയാട്രീഷ്യനാണ്. കുട്ടികളെ മാത്രമേ നോക്കണേ. അതിലാദ്യം കോൺട്രാക്റ്റിലാണ് കയറിയത്. അത് ഇടുക്കിയിലായിരുന്നു ആദ്യത്തെ പോസ്റ്റിംഗ്. ഇടുക്കിയിൽ 1 വർഷം നിന്നു. റൂറൽ ഡിസ്പെൻസറികളിലൊക്കെ ഞങ്ങളുടെ അവിടുത്തെ ഡോക്ടേഴ്സിന് പോകാനായാലും ക്യാമ്പ് നടത്താനായാലും ഒക്കെ ഞാൻ അവരുടെ കൂടെ വണ്ടിയിൽ കയറി പോകും. അന്ന് എൻ്റെ സ്വന്തം ജീപ്പുള്ളതുകൊണ്ട് ഞാൻ അതിൽ കയറി പോകും. ഈ പറഞ്ഞ പോലെ തന്നെ ഇടുക്കിയാവുമ്പോൾ ഒരുപാട് ഗ്രാമങ്ങളും ഊരുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് നിങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ സഹായിക്കാനുള്ളൊരു സംശയമില്ല. ഒരിക്കൽ ഒരു ഡയറക്ടർ വിസിറ്റ് ഉണ്ടായി, ജോയിൻറ്റ് ഡയറക്ടറുടെ വിസിറ്റ് ഉണ്ടായി. ഇടമലക്കുടി എന്ന് പറഞ്ഞ ഊരിൽ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടി ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ താറെടുത്ത് ആണ് ഞങ്ങൾ പോയത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രകൾ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് ഇടങ്ങൾ കീഴടക്കാനായി അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുകയാണ്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്. MS ലിഷോയ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. ലിഷോയ്, ഈ ഡോക്ടർ ജോലിക്കിടയിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലേ? അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എങ്കിലും ഏറ്റവും പ്രയാസമേറിയ ഒരു ചാമ്പ്യൻഷിപ്പിൽ തൻ്റെ പാഷൻ മുന്നിലേക്ക് കൊണ്ടുപോയി അതിൽ ചാമ്പ്യൻ ആയിരിക്കുന്നത് എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. തീർച്ചയായും. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫ് റോഡിങ് ചാമ്പ്യൻഷിപ്പുകളിൽ ഒന്നാണ് ഗോവയിൽ നടന്ന റെയിൻ ഫോറസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. അതിലാണ് ഈ ഡോക്ടർ ഫഹദ് ടൈറ്റിൽ വിന്നർ ആയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഇതുവരേക്കും ഒരാൾക്കും, അതായത് ഒരു മലയാളിക്കും ഇത്തരത്തിൽ ഈ ടൈറ്റിൽ വിൻ ചെയ്യാനായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് സ്ഥിരമായി ഓഫ് റോഡിങ് ഒരു കരിയറായി എടുത്ത ആളുകൾക്ക് പോലും അങ്ങനെ കഴിഞ്ഞിരുന്നില്ല. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ തൻ്റെ പാഷനുമായി മുന്നോട്ട് പോയി കരിയറും അതുപോലെ തന്നെ പാഷനും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അതായത് ഡോക്ടറാണ്, പീഡിയാട്രിഷ്യനായി ജോലി ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഓഫ് റോഡിങ്ങിനോട് ഏറെ പ്രിയം തോന്നി, വണ്ടിയോടുള്ള ഒരു അഭിനിവേശം, അങ്ങനെ ആ ഒരു ചിന്തകളെല്ലാം തന്നെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെയാണ് ഇത്രയും വലിയ ഒരു നേട്ടം കൈവരിക്കാനായി ഡോക്ടർ ഫഹദിന് കഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ തോൽവികളായിരുന്നു ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. പക്ഷേ
അതിൽ നിന്നൊന്നും തന്നെ തളരാതെ തൻ്റെ പാഷന് വേണ്ടി മുന്നോട്ട് പോയി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതിനോടൊപ്പം തന്നെ താൻ പഠിച്ച പല കാര്യങ്ങളും, നമ്മളും പല ഫിസിക്സിൽ ഉൾപ്പെടെ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഈ ട്രാക്കിലും അദ്ദേഹം പ്രാവർത്തികമാക്കി. അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ടൈറ്റിൽ വിൻ ചെയ്യാനായി കഴിഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇനിയും ഒരുപാട് യാത്രകൾ തുടരുകയാണ്. അതായത് തീർച്ചയായിട്ടും ലിഷോ, എന്തായാലും സന്തോഷം. നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാം, ഒരു ചാമ്പ്യനാണ്. അടിപൊളിയായിട്ട് ഇനിയും ജോലിയും ഈ പാഷനും എല്ലാം ഇനിയും മുന്നിലേക്ക് കൊണ്ടുപോകാനാകട്ടെ.